കേരള സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അലംബഹീനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു അഭയസ്ഥാനമാണ് സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും പരമാവധി 3 ദിവസം വരെ സൗജന്യമായി താമസവും ഭക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു ഷെൽട്ടർ ഹോമായിട്ടാണ് സ്നേഹിത പ്രവർത്തിച്ചു വരുന്നത്. കൂടാതെ സ്നേഹിതയില് 24 മണിക്കൂറുമുള്ള ടെലി കൗൺസിലിംഗ് കൊണ്ട് വിദഗ്ധരായ കൗൺസിലർമാരുടെ സേവനം സ്നേഹിതയിൽ സൗജന്യമായി ലഭ്യമാണ്. സ്നേഹിത എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെടുന്നതിനും അവർക്ക് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും നിയമ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനമാണ് സ്നേഹിത. അതിക്രമങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ തുടർന്ന് വീട് വിട്ടിറങ്ങേണ്ടി വരുന്നവർ, യാത്രക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ തുടങ്ങിയവർക്കെല്ലാം സ്നേഹിതയിൽ അഭയം നൽകുന്നു. ആലപ്പുഴ വെള്ളക്കിണറിൽ കളക്ടറേറ്റിന് സമീപം ഡിവൈഎസ്പി റെസിഡൻസിന് എതിർവശമായാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചു വരുന്നത്. അയൽക്കൂട്ട തലത്തിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ പോയിന്റ് പേഴ്സൺസ്, വാർഡ് തലത്തിൽ വിജിലൻസ് ഗ്രൂപ്പുകൾ, പഞ്ചായത്ത് തലത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ, കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് സംവിധാനം എന്നിവ വഴിയെല്ലാം സ്നേഹിതയിലേക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. സ്നേഹിതയിലേക്ക് നേരിട്ടും ഫോൺ വഴിയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാറുണ്ട്. നേരിട്ട് ലഭിക്കുന്ന കേസുകൾ ഡയറക്റ്റ് കേസുകളായിട്ടും ഫോൺ വഴി ലഭിക്കുന്ന കേസുകൾ ടെലി കേസായിട്ടുമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കേസുകൾ സ്നേഹിതയിലേക്ക് റെഫർ ചെയ്യപ്പെടാറുണ്ട്. ഭൂമിക, CWC, WPO, പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേസുകൾ സ്നേഹിതയിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നത്. കേസിന്റെ സ്വഭാവം അനുസരിച്ച് അവയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ലഭ്യമാക്കാറുണ്ട്. സ്നേഹിതയിൽ അന്തേവാസികളായി എത്തുന്ന സ്ത്രീകള് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തമായി വരുമാനമില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്നേഹിതയിൽ തന്നെ ഒരു ഉപജീവന മാർഗം എന്നുള്ള ഒരു ആലോചനയിലേക്ക് പോയത്. അത്തരത്തിൽ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ തന്നെ ഒരു ടൈലറിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നത്. കുടുംബശ്രീ തന്നെ തിരഞ്ഞെടുത്ത വനിതകൾക്ക് പരിശീലനം നൽകുകയും അയാം ഫോർ ആലപ്പിയുടെയും ഓക്സ്ഫാം എന്ന് പറയുന്ന ഒരു NGO ചേർന്നുകൊണ്ട് 10 തയ്യൽ മെഷീനുകൾ സ്നേഹിതക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ഇന്ന് വളരെ മികച്ച രീതിയിൽ വനിതകൾ ആ ഒരു സംരംഭം നടത്തി വരുന്നു. അവർ തയ്യൽ പരിശീലനം നൽകുകയും ഒപ്പം തന്നെ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് വർക്കുകൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ എന്നൊരു ലക്ഷ്യത്തിലേക്ക് സ്നേഹിതയ്ക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്നേഹിതയുടെ സേവനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ചേർത്തല, ആലപ്പുഴ, ചെങ്ങന്നൂര്, അമ്പലപ്പുഴ, കായംകുളം എന്നീ സ്ഥലങ്ങളിൽ DVSP ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. സ്നേഹിതയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ജെൻഡർ ക്ലബ്ബുകൾ, റിക്രിയേഷൻ ക്ലബ്ബുകൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് വിജിലൻസ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും അടക്കം സ്കൂൾ വിദ്യാർത്ഥിനികളുടെ കോളേജ് വിദ്യാർത്ഥികൾക്കും ജെൻഡർ അവബോധം സൃഷ്ടിക്കുന്ന ക്ലാസുകൾ എടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും സ്നേഹിതരുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്നേഹിതയിലൂടെ സംഘടിപ്പിച്ചു വരുന്നത്. സ്നേഹിതയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭാവിയിലേക്കും കൂടുതൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ഇനിയും മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും സ്നേഹിതയുടെ നിലവിലുള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആലപ്പുഴ ജില്ലയിലെ സ്നേഹിത ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.